പറഞ്ഞു എവിടെത്തി? പേരോടിൻ്റെ ഒക്കെ ഇപ്പം എല്ലാ പ്രസംഗങ്ങളിലും ഉമർ മൗലവിയെയാണ് നമ്മൾ കാണുന്നത്. അയാളുടെ നാവ് ഉമർ മൗലവിയുടെ നാവ്. എന്താ പറയണത്? പനിയുണ്ടായാൽ നമ്മൾ ഗുളിക കുടിക്കും, ഒരു പാരാസിറ്റമോൾ. ഒരു വയറുവേദന ഉണ്ടായാൽ നമ്മൾ ഒരു അരിഷ്ടം കുടിക്കും. രോഗം മാറാൻ നിമിത്തമാണ് അരിഷ്ടം എന്നതുപോലെ രോഗം മാറാൻ നിമിത്തമാണ് അമ്പിയാക്കൾ, ഔലിയാക്കൾ. ഷെയ്ഖ് ജീലാനി ഒരു നിമിത്തമാണ്, ഹബീബായ റസൂലുള്ളാഹ് ഒരു നിമിത്തമാണ്, പാരാസിറ്റമോൾ ഒരു നിമിത്തമാണ്, ഡോക്ടർ ഒരു നിമിത്തമാണ്. അങ്ങനെ എല്ലാം ഫിസിയോതെറാപ്പി ഇതൊക്കെ ഒരു നിമിത്തമാണ്. എല്ലാം നിമിത്തം. ഒരേ അളവിലാണ് ഇപ്പം അയാൾ കൊണ്ടുപോകുന്നത്. കേട്ടില്ലേ? ഇയാളെ തട്ടിപ്പെട്ടില്ലേ? കാരണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിമിത്തമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ചോദ്യം ചെയ്യണ്ടേ? ഔലിയാക്കൾ നിമിത്തമാണ്, അമ്പിയാക്കൾ നിമിത്തമാണ്, അതേമാതിരി മരുന്നും ഡോക്ടറും ഒക്കെ നിമിത്തമാണ്. മരുന്നും ഡോക്ടറും ഭൗതികമായ നിമിത്തമാണ് ചങ്ങായി, മറ്റൊരു അഭൗതികമായ നിമിത്തമാണ്. അതാണ് പറഞ്ഞ ചങ്ങായി. രണ്ട് നിലക്കുണ്ട്. അള്ളാഹു തആല രണ്ട് നിലക്ക് കാരണങ്ങൾ വെച്ചിട്ടുണ്ട്. ഭൗതിക കാരണങ്ങളുണ്ട്, അഭൗതിക കാരണങ്ങളുണ്ട്. മരുന്നിലുള്ള ഭൗതികമായ ശിഫ വെച്ചിട്ടുണ്ട്, രോഗം മാറ്റുന്ന അള്ളാണ്. അമ്പിയാക്കളിലും ഔലിയാക്കളിലും അള്ളാഹു കറാമത്ത് മുജത്ത് വെച്ചിട്ടുണ്ട്, അത് അഭൗതികമായ കാരണമാണ്. മാറ്റുന്നവൻ അള്ളാഹു ആണ്. എൻ്റെ ശേഖനെ പറഞ്ഞ ചങ്ങായി വിഞ്ഞാന്ന് അത് കേട്ടാ പോരെ? സിയമലുള്ളാഹി കാരണമായി, അപ്പോൾ സിയമലുള്ളാഹി കാരണമാണ്. ആ ടിപ്പ് കണ്ടോ? ഇതെന്താ പറയാനുള്ളത്? അതന്നെ ഇവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. സിയമലുള്ളാഹി കാരണമാണെന്ന് എൻ്റെ ശേഖ് പറഞ്ഞില്ലേ? ഈ കഴിഞ്ഞ ആഴ്ചല്ലേ എന്താ എന്നൊക്കെ ഉത്തരപ്പിച്ച് പറഞ്ഞ അയാൾ? എന്നാൽ അപ്പോൾ അയാൾ തിരുത്തണ്ടേ? കാരണം പറയാൻ പാടില്ല, പറയണ്ടേ? അത് നിമിത്തമാണോ? നിമിത്തം എന്ന് പറയാതെ നിങ്ങൾക്ക് ഒരു നിലക്കും പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ പിന്നെ ദൈവം എന്ന് പറയേണ്ടി വരും, ഇലാഹാന്ന് പറയേണ്ടി വരും. അപ്പോൾ പിന്നെ നിമിത്തം പറയാൻ പറ്റില്ല. അപ്പോൾ ഇലാഹാൻ. അപ്പോൾ അള്ള വരുന്നുണ്ടല്ലോ, അത് നിമിത്തമല്ല, അള്ള ഡയറക്റ്റ് തരിക. അള്ളാഹു മുഖേന ആര് തന്നാലും അത് നിമിത്താണ്. പഠിച്ചോ? അതിനെ നൗഷാദ് പ്രകാരം പറഞ്ഞിട്ട് വഹാബികൾക്ക് തൗഹീദ് പഠിപ്പിച്ചിട്ടില്ലേ? അപ്പോൾ ആ തൗഹീദിന് മാറില്ലേ? ഇപ്പം നിങ്ങൾ തൗഹീദിലില്ല. ഇപ്പം നിങ്ങൾ ഏതാ വഹാബിയേക്കാൾ അതപ്പഴിച്ച തൗഹീദാണ്, കുഫ്രാൻ വാദിച്ച് വരിക. ആ ശൈഖ് പറഞ്ഞു കേട്ടോ. എത്രയോ രോഗികൾക്ക് ശിഫയാക്കാൻ ശിഫക്ക് കാരണമായ ശൈഖുനാന്റെ വസീലയിൽ പടച്ചോനെ ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കി തരണേ അല്ലാഹ്. കേട്ടില്ലേ? എത്രയോ രോഗികൾക്ക് ശിഫക്ക് കാരണമായ ശൈഖുനാന്റെ വസീലയിൽ. അപ്പൊ ശൈഖുൻ എന്താണ്? കാരണമാണ്, നിമിത്തമാണ്. ഔലിയാക്കൾ നിമിത്തമാണ്, അത് അഭൗതികമായ നിമിത്തമാണ്, അഭൗതികമായ കാരണമാണ്. ഔലിയാക്കളും അമ്പിയാക്കളും മഹാന്മാരും. ഇങ്ങനെ ഡോക്ടറെ പറ്റി പറഞ്ഞാലോ, ആ ഡോക്ടർ ഭൗതികമായ കാരണമാണ്. മനസ്സിലായോ? ഭൗതികമായ കാരണം, ഭൗതികമായ നിമിത്തമാണ്. രണ്ടോടത്തും രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹു ആണ്. അതാ ഞങ്ങൾ പറയുന്നത്. ഇതിന് വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ കൊണ്ടുപാടോ? അല്ലെ എൻ്റെ ശൈഖിനെ ഇവിടുന്ന് കിട്ടി, നിമിത്തം കാരണം ഇവിടുന്ന് കിട്ടി. ഒരുപാട് രോഗികൾക്ക് ശിഫക്ക് കാരണമായിട്ടുള്ളൂ. ഇപ്പൊ രോഗം മാറ്റി തരാം അള്ളാഹ്, അതന്നെ ഞങ്ങൾ പറയണ്ടേ? മനസ്സിലായോ? അപ്പൊ ഈ കാരണം ഇവിടുന്ന് കിട്ടി, അതന്നെ നിമിത്തം. അമ്പിയാക്കൾ നിമിത്തമാണ്, ഔലിയാക്കൾ നിമിത്തമാണ്, മരുന്ന് നിമിത്തമാണ്, ഡോക്ടർ നിമിത്തമാണ് പറഞ്ഞാൽ പിന്നെ രണ്ടും കൂടി ഒന്നാക്കി ഒരു ചങ്ങായി കാരണം നിലക്ക് പറഞ്ഞാണ്. മരുന്ന് ഡോക്ടറൊക്കെ കാരണമാണ്, ഭൗതികമായ കാരണമാണ്. മറ്റേതോ അഭൗതികമായ കാരണമാണ്. രണ്ടും കാരണമാണ്, രണ്ടും നിമിത്താണ്. ഒന്ന് ഭൗതികമാണ്, ഒന്ന് അഭൗതികമാണ്. മനസ്സിലായോ? ആ രണ്ട് കാരണം അവിടെ വെച്ചിട്ടുണ്ട്. ഒക്കെ പഠിച്ചോ എന്താളെ? എന്നിട്ട് വെറുതെ അങ്ങനെ എന്തെങ്കിലും വിമർശിക്കണ്ടേ? അതിനുമാണ് വിമർശിക്കുക. ഒരു ചുക്കും പഠിച്ചതാ.